ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സ്ഥിരം വെക്കുന്ന അല്ലെങ്കിൽ കർക്കിടക മാസമൊക്കെ ആയാൽ നമ്മൾ കർക്കിടക കഞ്ഞി, കർക്കിടക പൊടി, അതുപോലെ തന്നെയാണ് ഈ എന്താ പറയുക കുമ്പളത്തിൻ്റെ പായസം, മത്തൻ കുമ്പളം പായസം വെക്കും. അപ്പോൾ ഇന്ന് ഞാനത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ മത്തൻ കുമ്പളം, നല്ല പഴുത്ത മത്തൻ കുമ്പളം വേണം. അതുപോലെ വൻപയറില്ലേ, അതും കൂടെ വേണം. അതും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ പായസം വെക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വൻപയറിനാണല്ലോ കുറച്ച് വേവുള്ളത്, അത് നമ്മൾ കഴുകി അതിൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അരിച്ച് മാറ്റി നമ്മളത് എന്ത് ചെയ്യുക, ഒരു കുക്കറിലോട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കുക. പിന്നെ ഇത് കുതിർത്ത് വെക്കുകയും ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കുതിർക്കാത്തത് കൊണ്ട് കുറച്ചധികം വിസിലിട്ട് പിന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് വേവുന്ന സമയം കൊണ്ട് പിന്നെ മറ്റേ കുമ്പളങ്കില്ലേ, മത്തൻ കുമ്പളം, അതൊക്കെ കട്ട് ചെയ്ത് നമുക്കത് പിന്നെ വേറെയും വേവിക്കാം. അതുപോലെ തന്നെ ശർക്കര പാനി ഉണ്ടാക്കണം. പിന്നെ തേങ്ങയുടെ പാലും എടുക്കണം. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുമ്പളത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയാന്നേ. പിന്നെ നന്നായിട്ട് പഴുത്ത കുമ്പളമാണ് ഇതിന് വേണ്ടത്. അങ്ങനെ അതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ കഴുകി നമ്മൾ കുക്കറിലോട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടും അവിടെ നിന്ന് വേവട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങേൻ്റെ പാലെടുക്കാം. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ ചിരകിയിട്ട് തേങ്ങേൻ്റെ 1-ാം പാല് 2-ാം പാലും എടുക്കണം. വെള്ളം ചേർക്കാണ്ട് ആദ്യം പിഴിഞ്ഞെടുക്കുന്ന പാല് 1-ാം പാല് അറിയാലോ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് എടുക്കുന്നതാണ് 2-ാം പാല്. അങ്ങനെ നമ്മൾ 1-ാം പാല് 2-ാം പാല് എടുത്ത ശേഷം പിന്നെ ശർക്കര നമ്മൾ ഉരുക്കാൻ വെച്ചിക്കല്ലോ, അതും ഉരുക്കി വെക്കുക. പിന്നെ നമ്മൾ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത ശേഷം നന്നായിട്ട് തവി വെച്ച് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ പയറിലേക്ക്, വെന്ത പയറിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ ശർക്കര പാനിയിലെ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ തിളച്ച ശേഷം 2-ാം പാൽ ഒഴിച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വീണ്ടും തിളപ്പിക്കുക. കുറച്ച് സമയം തിളച്ച ശേഷം നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് 1-ാം പാലിലേക്ക് ജീരകവും ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ചതും കൂടെ ഇട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു വറവിടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, അതുപോലെ മുന്തിരി, അതും കൂടെ ഒരു നെയ്യിലോട്ട് പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടായ ശേഷം അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്ത് ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തൻ കുമ്പളവും വൻപയറും ചേർന്ന പായസം. അടിപൊളി ടേസ്റ്റാണ് ഇത്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു പഴമോ പപ്പടമോ ഒക്കെ ചേർത്ത് ഇത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.